അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഒരുപാട് രക്ഷിതാക്കൾ പറഞ്ഞിട്ടുണ്ട് ഉസ്താദേ, പരീക്ഷയാണ് നമ്മുടെ മക്കളിൽ കടന്നു വരാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ മക്കൾക്കൊക്കെ നല്ല വിജയം കിട്ടാൻ വേണ്ടിയിട്ട് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് ഒരുപാട് വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് നോക്കാം. ഈ രീതിക്ക് നിങ്ങൾ ഈ മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞ് തന്ന ആ രീതിക്ക് നിങ്ങളെ മക്കളെ നിങ്ങൾ ശീലിപ്പിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് വലിയ വലിയ വിജയങ്ങൾ നിങ്ങളെ മക്കൾക്ക് കിട്ടും. പരീക്ഷയിൽ നല്ല വിജയങ്ങൾ കിട്ടും. അപ്പൊ ആ വഴി ഏതാണ് നമുക്ക് നോക്കാം. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം നമ്മുടെ മക്കൾ രണ്ട് വിദ്യാഭ്യാസം, അതായത് സ്കൂൾ വിദ്യാഭ്യാസത്തിലായാലും മദ്രസ വിദ്യാഭ്യാസത്തിലായാലും നല്ലതുപോലെ പഠിച്ച് മുന്നേറുക എന്നുള്ളതാണ്. അതിന് നമ്മൾ മഹാന്മാർ പല വഴികളും പറഞ്ഞു തന്നിട്ടുണ്ട്. അത്തരത്തിൽപ്പെട്ട ഒരു ഇസ്മിനെയാണ്, ഒരു മഹത്തായ അല്ലാഹുവിന്റെ നാമത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഇസ്മിനെ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ പഠിത്തത്തിൽ നമ്മുടെ മക്കൾ ഇൻഷാ അല്ലാഹ് ഒന്നാമനാകും. അതുപോലെ തന്നെ പുസ്തകം തുറക്കാനുള്ള മടി അവർക്ക് മാറി കിട്ടുന്നതാണ്. അതുപോലെ പരീക്ഷയിൽ ഇൻഷാ അല്ലാഹ് ഒരു ഒന്നാമനായി മാറുന്നതാണ്. നമ്മുടെ മക്കൾ പരീക്ഷയിൽ പോകുന്നതിന് മുമ്പ് നമ്മൾ കുറെ തയ്യാറെടുപ്പുകൾ നടത്തും. നമ്മുടെ മക്കളെ നേരത്തെ കിടത്തി ഉറക്കും, നേരത്തെ ഇരുത്തി പഠിപ്പിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കും. പക്ഷേ പരിശുദ്ധ ഇസ്ലാം പറഞ്ഞ കാര്യങ്ങൾ പലരും ശ്രദ്ധിക്കാറില്ല. പക്ഷേ നാം പരിശുദ്ധ ഇസ്ലാം പറഞ്ഞ രീതിക്ക് നമ്മൾ മക്കളെ പരീക്ഷയ്ക്ക് വിട്ടുകഴിഞ്ഞാൽ നമുക്കറിയാം, പ്രായ വ്യത്യാസമില്ലാതെ പരീക്ഷ എഴുതുന്ന എത്രയോ മക്കളുണ്ട്. പരിശുദ്ധ ഇസ്ലാം പറഞ്ഞ രീതിക്ക് നിങ്ങളുടെ മക്കളെ നിങ്ങൾ വിട്ടാൽ ഇൻഷാ അല്ലാഹ് വലിയ വിജയം നിങ്ങളുടെ മക്കൾക്ക് കരസ്ഥമാക്കാൻ കഴിയുന്നതാണ്. കാരണം ഖുർആനും സുന്നത്തും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നമ്മളെ പഠിപ്പിച്ചതാണ്. ഒരു മനുഷ്യൻ എങ്ങനെയാണ് യാത്ര ചെയ്യേണ്ടിയുള്ളത്, അവന്റെ മുന്നിൽ ഒരു കാര്യം വരുമ്പോൾ അവൻ എന്തൊക്കെ ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യമായി പരീക്ഷയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പ് 2 റക്അത്ത് ഹാജത്ത് നമ്മൾ നമസ്കരിക്കുക. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ വിഷമമോ പ്രയാസമോ നേരിട്ടാൽ ആദ്യം അല്ലാഹുവിന്റെ റസൂൽ wudu എടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിക്കുമായിരുന്നു. കാരണം അല്ലാഹു പറഞ്ഞത്, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ നമസ്കാരം കൊണ്ട് എന്നോട് നിങ്ങൾ സഹായം തേടണേ. സുബ്ഹാനല്ലാഹ് അല്ലേ? ഇന്ന് നമ്മൾ ആ ഒരു കാര്യം ചെയ്യുന്നില്ലല്ലേ? എല്ലാ കാര്യം നമ്മൾ ചെയ്യും. പക്ഷെ നമ്മൾ ഏതൊരു വിഷയത്തിന് ഇറങ്ങിക്കഴിഞ്ഞാലും wudu എടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിച്ചിട്ട് നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കണം. അല്ലാഹു പറഞ്ഞത്, നിങ്ങളുടെ നമസ്കാരം കൊണ്ട് എന്നോട് സഹായം തേടണേ. നമ്മൾ വാദോരാതെ പറയും, എല്ലാ കാര്യങ്ങളും പറയും, നമ്മൾ നമസ്കരിച്ച് അല്ലാഹുവോട് സഹായം ചോദിക്കില്ല. അത് ഏതൊരു ചെറിയ കാര്യത്തിന് ഇറങ്ങിയാലും 2 റക്അത്ത് നമ്മൾ നമസ്കരിച്ചിട്ട് അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യണം. പടച്ചവനെ, ഞാൻ ഈ ഇറങ്ങുന്ന എന്റെ കാര്യം നീ വിജയിപ്പിക്കണേ അല്ലാഹ്. ഒരുപാട് ചെറിയ പരീക്ഷയും വലിയ പരീക്ഷയും ഡിഗ്രിക്കൊക്കെ പരീക്ഷ എഴുതുന്ന ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഉസ്താദേ എന്താണ് നമ്മൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ചെയ്യേണ്ടത്? ആദ്യമായി നിങ്ങൾ റക്അത്ത് നമസ്കരിച്ചിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് സഹായം ചോദിക്കണം. കാരണം പരീക്ഷ എഴുതുന്നത് എല്ലാവർക്കും ഒരു വിഷമമാണ്, ടെൻഷനാണ്, ബേജാറാണ് അല്ലേ? ഒരു ബേജാറാണ്. അപ്പോൾ ആദ്യമായി 2 റക്അത്ത് നമസ്കരിച്ചിട്ട് ഇരു കൈകളും അല്ലാഹുവിലേക്ക് ഉയർത്തി അല്ലാഹുവിനോട് മനസ്സുരുകി ദുആ ചെയ്യണം. ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധം അത് പ്രാർത്ഥനയാണ്, അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നേരത്തെ കിടന്നുറങ്ങണം. അതുപോലെ പ്രധാനമായി പരീക്ഷയുള്ള ദിവസങ്ങളൊക്കെ നേരത്തെ കിടന്നുറങ്ങണം. അതായത് 10 മണിയാകുമ്പോൾ തന്നെ ആ ടൈമിൽ കിടന്നുറങ്ങുക. എന്നിട്ട് സുബഹി നമസ്കാരത്തിന് ബാങ്ക് വിളിക്കുന്നതിന് മുന്നേ എഴുന്നേൽക്കുക, മിസ്വാക്ക് ചെയ്യുക. കാരണം മിസ്വാക്ക് ചെയ്യുന്നത് ബുദ്ധിശക്തി വർദ്ധിക്കാനും, പല്ല് തേക്കുന്നത് മിസ്വാക്ക് ചെയ്യുന്നത് ബുദ്ധിശക്തി വർദ്ധിക്കാനും, നല്ല ഉണർവുണ്ടാകാനും, അതുപോലെ ഒരുപാട് രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒന്നുമാണ്. അപ്പൊ മിസ്വാക്ക് ചെയ്യുക. എന്നിട്ട് സുബഹി നമസ്കാരത്തിന് ബാങ്ക് വിളിച്ചാൽ സുബഹി നമസ്കാരം കൃത്യമായി നമസ്കരിക്കുക. കാരണം ആരെങ്കിലും സുബഹി നമസ്കാരം ഖളാആക്കാതെ നമസ്കരിച്ചാൽ പിന്നെ അവൻ അല്ലാഹുവിന്റെ ഉത്തരവാദിത്തത്തിലാണ്, റഹ്മാനായ റബ്ബിന്റെ ഉത്തരവാദിത്തത്തിലാണ്. ശേഷം ഖിബ്ലയിലേക്ക് തിരിഞ്ഞിരുന്ന് നമ്മൾ പഠിക്കണം.
അപ്പൊ നമ്മുടെ പരിശ്രമം അത്യാവശ്യമാണ്, പഠനം അത്യാവശ്യമാണ്. പഠിക്കുന്നതിന് പരിശുദ്ധ ഇസ്ലാം ഒരുപാട് പ്രതിഫലങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഒരു ചാപ്റ്റർ പഠിക്കുന്നത് എത്രയോ റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുന്നതിനേക്കാൾ കൂലിയുള്ളതാണ്. അപ്പൊ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? കിബിലയിലേക്ക് തിരിഞ്ഞിരുന്ന് പഠിക്കണം, മറന്നുപോകരുത്. കിബിലയിലേക്ക് തിരിഞ്ഞിരുന്ന് നമ്മൾ പഠിക്കണം, നല്ലവണ്ണം നമ്മൾ പഠിക്കണം. അല്ലാഹു കിബിലയിലേക്ക് തിരിഞ്ഞിരുന്ന് നമ്മൾ പഠിക്കാൻ ഒരുങ്ങുമ്പോൾ തന്നെ റഹ്മാനായ റബ്ബ് നമുക്ക് അനുഗ്രഹങ്ങൾ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ കാണാതെ പഠിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വഴികളൊക്കെ അല്ലാഹു എളുപ്പമാക്കി തരുന്നതാണ്. അപ്പൊ കിബിലയിലേക്ക് നേരെ തിരിഞ്ഞിരുന്ന് പഠിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുന്നതാണ്. പഠിത്തത്തിലുള്ള ബുദ്ധിമുട്ടിനെ അല്ലാഹു മാറ്റി തരുന്നതാണ്. അതുകൊണ്ട് കിബിലയിലേക്ക് തിരിഞ്ഞിരുന്ന് പഠിച്ചാൽ ആ അനുഗ്രഹം അല്ലാഹു നമുക്ക് നൽകുന്നതാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു കഅബയിലാണ് അല്ലാഹു ഇറക്കപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് അതിൽ നിന്നാണ് എല്ലാ സ്ഥലത്തേക്കും അല്ലാഹു വിതരണം ചെയ്യുക. അതുകൊണ്ട് നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്താലും കിബിലയിലേക്ക് നമ്മൾ തിരിഞ്ഞിരുന്നു കൊണ്ട് തന്നെ ചെയ്യണം. അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു ഇറക്കപ്പെട്ടത് എവിടെയാണ്? എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കഅബയിലാണ്. അവിടെ നിന്ന് അല്ലാഹു വിതരണം ചെയ്യുകയാണ് മറ്റുള്ള ഭാഗങ്ങളിലേക്ക്. അപ്പൊ നമ്മൾ കിബിലയിലേക്ക് നേരെ തിരിഞ്ഞിരുന്ന് പഠിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുന്നതാണ്. പിന്നെ എല്ലാം നല്ലവണ്ണം നമ്മൾ പഠിക്കുക. പഠിച്ചതിന് ശേഷം അല്ലെ, ചിലർ പറയും ഉസ്താദ് ഞാൻ പഠിക്കുന്നത് മറന്നു പോകുന്നു. അല്ല, നല്ലവണ്ണം ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ ഇരുന്ന് പഠിക്കുക. പഠിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? എല്ലാം അല്ലാഹുവിലേക്ക് തവക്കലാക്കുക. പടച്ചവനെ, റഹ്മാനായ റബ്ബേ, എന്നാൽ കഴിയുന്നത് ഞാൻ പഠിച്ചേ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യണം. ഒരു പ്രധാനപ്പെട്ട പരീക്ഷയാണ് റഹ്മാനായ റബ്ബേ, അല്ലാഹുവേ, ഞാൻ പഠിച്ചേ തമ്പുരാനെ, പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹ്, എന്നാൽ കഴിയുന്ന രീതിക്ക് ഞാൻ പഠിച്ച റബ്ബേ, അതുകൊണ്ട് ഞാൻ പരീക്ഷ ഹാളിലേക്ക് കയറുമ്പോൾ ഉറപ്പായിട്ടും പടച്ചവനെ അല്ലാഹുവേ, നീ എനിക്ക് ഓർമ്മ നൽകണേ അല്ലാഹ്. അങ്ങനെ നമ്മൾ അല്ലാഹുവിലേക്ക് തവക്കലാക്കി കൊണ്ടുപോവുക. ഇൻഷാ അല്ലാഹ് അതിനുശേഷം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉമ്മയോടും വാപ്പയോടും ദുആ ചെയ്യാൻ പറയുക. അവരെ കൈപിടിച്ച് സലാം പറഞ്ഞതിന് ശേഷം നമ്മൾ യാത്ര പോവുക. മാതാപിതാക്കളെ സന്തോഷിപ്പിച്ചുകൊണ്ട് അവരോട് സലാം പറഞ്ഞുകൊണ്ട്, എനിക്ക് ദുആ ചെയ്യണേ ഉമ്മ, എന്റെ പരീക്ഷയിൽ എനിക്ക് നല്ല വിജയം കിട്ടാൻ ദുആ ചെയ്യണേ, എനിക്ക് ഓർമ്മശക്തി കിട്ടാൻ ദുആ ചെയ്യണേ, എല്ലാ വിഷയങ്ങളും എഴുതാൻ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കളോട് സലാം പറഞ്ഞുകൊണ്ട് നമ്മൾ പോകുക. ഇൻഷാ അല്ലാഹ് നല്ല വിജയം കിട്ടുന്നതാണ്. എന്നിട്ട് പരീക്ഷ ഹാളിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ബിസ്മില്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ബിസ്മില്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയാതെ നമ്മൾ ഒരു കാര്യം ചെയ്യരുത്. മനസ്സിലായില്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞുകൊണ്ട് മാത്രമേ നമ്മൾ തുടങ്ങാവൂ. കാരണം ബിസ്മി കൊണ്ട് തുടങ്ങുന്നതിലാണ് ബർക്കത്തുള്ളത്. ബിസ്മി കൊണ്ട് തുടങ്ങാത്തതിൽ ഒരു ബർക്കത്തുമില്ല. അപ്പോൾ ബിസ്മില്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞ് ചൊല്ലിക്കൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വാങ്ങുക. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എന്താണ്? നമ്മുടെ മക്കൾ പഠിച്ച് വിജയിക്കുക എന്നുള്ളതാണ്. അപ്പൊ മേൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. ഇനി നല്ല ഒരു ഇസ്മിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം നമ്മുടെ മക്കൾ രണ്ട് വിദ്യാഭ്യാസം, അതായത് സ്കൂൾ വിദ്യാഭ്യാസത്തിലായാലും മദ്രസ വിദ്യാഭ്യാസത്തിലായാലും നല്ലതുപോലെ പഠിച്ച് മുന്നേറുക എന്നുള്ളത്. അതിന് നമുക്ക് മഹാന്മാർ പല വഴികളും പറഞ്ഞു തന്നിട്ടുണ്ട്. അത്തരത്തിൽപ്പെട്ട ഒരു ഇസ്മിനെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഇസ്മിനെ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ പഠിത്തത്തിൽ നിങ്ങളുടെ മക്കൾ ഒന്നാമനാകും. അതുപോലെ തന്നെ പുസ്തകം തുറക്കാനുള്ള മടി മാറി പരീക്ഷയിൽ ഒന്നാമനാകും. ഏതാണ് ആ ഇസ്മ? നമുക്ക് നോക്കാം. അപ്പൊ ഈ മഹത്തായ ഇസ്മ കൂടി നിങ്ങൾ ചെല്ലണം. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഇസ്മ എങ്ങനെ ചെല്ലണം? മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരാണ്. സുബഹി നമസ്കാരം കഴിഞ്ഞതിന് ശേഷം വലത് കൈ ഇടത് നെഞ്ചിൽ വെച്ച്
വലത് കൈ ഇടത് നെറ്റിൽ വെച്ചിട്ട് യാ ഫത്താഹു യാ അല്ലാഹ് 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 എന്ന ദിക്ർ 71 പ്രാവശ്യം. എത്ര പ്രാവശ്യമാണ്? 71 പ്രാവശ്യം നമ്മൾ ചൊല്ലണം. അതുപോലെ തന്നെ ഖിബ്ലയിലേക്ക് നേരെ ഇരുന്നു കൊണ്ട് യാ ഖയ്യൂം യാ അല്ലാഹ് 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 എന്ന ദിക്റിനെ ഇതിന്റെ അർത്ഥം എന്നെന്നും നിലനിൽക്കുന്നവൻ, എന്നെന്നും അവശേഷിക്കുന്നവൻ എന്നൊക്കെയാണ്. ഇതിനെ ഒരു 16 വട്ടം നമ്മൾ ചൊല്ലുക. എന്നിട്ട് പഠിക്കാൻ ഇരുന്നാൽ പഠിച്ചതൊക്കെ പെട്ടെന്ന് ഓർമ്മയിൽ വരും. അപ്പൊ ഈ മഹത്തായ ഇസ്മിനെ 16 വട്ടം ചൊല്ലിയിട്ട് പഠിക്കാനിരുന്നു കഴിഞ്ഞാൽ പഠിച്ചതൊക്കെ നമുക്ക് ഓർമ്മയിൽ അല്ലാഹു കൊണ്ടുതരുന്നതാണ്. നമ്മളെ ബുദ്ധിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഉണർവും അതുപോലെ തന്നെ മനഃപ്പാഠമാക്കാനുള്ള കഴിവും അല്ലാഹു തരുന്നതാണ്. പെട്ടെന്ന് ഓർമ്മയിൽ വരും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് പഠിക്കാനിരിക്കുന്ന സമയത്ത് യാ ഖയ്യൂം യാ അല്ലാഹ് യാ ഖയ്യൂം യാ അല്ലാഹ് യാ ഖയ്യൂം യാ അല്ലാഹ് യാ ഖയ്യൂം യാ അല്ലാഹ് എന്നൊരു 16 പ്രാവശ്യം നമ്മൾ പറയണം. പഠിച്ചതൊക്കെ പെട്ടെന്ന് ഓർമ്മയിൽ വരും. അതൊക്കെ അതുപോലെ തന്നെ അലസത, ക്ഷീണം, മടി എല്ലാം മാറിക്കിട്ടും. യാ ഖയ്യൂം യാ അല്ലാഹ് യാ ഖയ്യൂം യാ അല്ലാഹ് യാ ഖയ്യൂം യാ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിക്കാനിരുന്നാൽ അല്ലാഹു വലിയ വിജയങ്ങൾ നൽകുന്നതാണ്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. പരീക്ഷയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ വേണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ മഹത്തായ ഇസ്മുകളൊക്കെ നിങ്ങൾ ചൊല്ലിയിട്ട് ഇറങ്ങി നോക്ക്. റഹ്മാനായ റബ്ബ് വലിയ വിജയങ്ങൾ നൽകുന്നതാണ്. അർഹമുർ റഹീമായ അല്ലാഹുവേ, പ്രപഞ്ച സൃഷ്ടാവായ പടച്ചവനെ, കരുണക്കടലായ അല്ലാഹ് റബ്ബേ, നിങ്ങളെ മക്കളെയൊക്കെ ആലിമീങ്ങളും സാലിഹീങ്ങളും പണ്ഡിതന്മാരും നല്ല നല്ല ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്കും നാട്ടിനും നാട്ടുകാർക്കും കുടുംബത്തിനെല്ലാം ഉപയോഗമുള്ള നല്ല മക്കളാക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വ അലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ പടച്ചവനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ മക്കളെയൊക്കെ ഏതെല്ലാം പരീക്ഷകൾ അവരെഴുതുന്നു ആ പരീക്ഷകളിലൊക്കെ അവരെ ഞങ്ങളെയൊക്കെ നീ വിജയിപ്പിക്കണേ അല്ലാഹുവേ. ഏതെല്ലാം ടെസ്റ്റുകളുണ്ട് അതിലെല്ലാം നീ വിജയിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ മനസ്സുകളെ പഠിക്കാനുള്ള ഒരു ആവേശവും ഉന്മേഷവും അല്ലാഹുവേ അവർക്ക് അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും നീ നൽകണേ അല്ലാഹ്. അലസതകളിൽ ഞങ്ങളെ മക്കളെ കാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ നീ ഞങ്ങളെ കണ്ണിന് കുളിർമകളാക്കണേ അല്ലാഹ്. റബ്ബേ, നിങ്ങൾ ഈ പറഞ്ഞതും കേട്ടതും ഇരുലോക വിജയികളെ കൂട്ടത്തിലെത്താൻ ഒരു കാരണമാക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മാഫ് ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾ പല രോഗികളാണ്. ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ പടച്ചവനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഭവനമില്ലാത്തവരുടെ ഭവനം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഭവനങ്ങൾ പണി നടക്കുന്നത് പെട്ടെന്ന് പൂർത്തിയാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. കിഡ്നി രോഗം, മാറ്റ്, ബ്രെയിൻ ട്യൂമർ, കുഷ്ഠം, ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങൾ അവരെ ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. സൂയാലുക്കൾ, അസൂയത്തൊട്ട് മരണക്കാരണത്തിൽ നിന്ന്, കൊടുത്തക്കാട് കൊടുത്തുനിന്ന്, അക്രമയുടെ കർമ്മത്തിൽ നിന്ന്, കള്ളന്മാരുടെ ശത്രുക്കളിൽ നിന്ന്, ചതികളിൽ നിന്ന്, വഞ്ചകന്മാരുടെ വഞ്ചനയിൽ ഞങ്ങളെ ഞങ്ങളെ മക്കളെ ഞങ്ങളെ സഹായിക്കുന്നവരെ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളെല്ലാവരെയും നീ കാക്കണേ അല്ലാഹ്. ദാരിദ്ര്യമെന്ന മഹാവിപത്തിൽ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. വിദേശ രാജ്യത്തിൽ നിൽക്കുന്നവർക്ക് ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾ കച്ചവടത്തിൽ ഞങ്ങളെ എല്ലാ മേഖലകളിലും അനുഗ്രഹങ്ങളും ബർക്കത്തുകളും നിലനിർത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സിലുള്ള സകല മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങൾ ഏതൊരു പ്രവർത്തനത്തിലാണെങ്കിലും റബ്ബേ അതെല്ലാം വലിയ വിജയങ്ങൾ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി.